റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ക്ലാസ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ എന്താണ് റിഫ്രാക്ഷൻ എന്ന് പഠിച്ചു അല്ലേ? ലൈറ്റ് റേക്ക് ഉണ്ടാകുന്ന ബെൻഡിങ് ആണ്. എപ്പോൾ? ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക്. എന്താ പ്രത്യേകത? ഡിഫറൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള രണ്ട് മീഡിയങ്ങളിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അല്ലേ, ലൈറ്റ് എങ്ങനെ കടന്നു പോകണം? ഒബ്ലിക്കലായിട്ട് കടന്നു പോകണം. എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ ചരിഞ്ഞ് വന്ന് വേണം പതിക്കാൻ. നേരെ പതിച്ചാൽ നടക്കത്തില്ല. ചരിഞ്ഞ് വന്ന് പതിക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ പാത്തിന് ചേഞ്ച് ഉണ്ടാകുമെന്ന് പറഞ്ഞു അല്ലേ? ആ ഉണ്ടാകുന്ന ചേഞ്ച് ഓഫ് പാത്തിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ റിഫ്രാക്ഷൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഓരോ മീഡിയത്തിലും ലൈറ്റ് സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് ഓരോന്നാണ്. അപ്പോൾ ആ വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കാരണമാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് വേഗത കുറയുകയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുന്ന സമയത്ത് ലൈറ്റിൻ്റെ വേഗത കൂടുകയും ചെയ്യുമെന്നും, എയറിലാണ് ഏറ്റവും വേഗത്തിൽ പോകുന്നതെന്നും ഡയമണ്ടിലാണ് ഏറ്റവും കുറഞ്ഞ വേഗതയിൽ പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചത് അല്ലേ? അത് വെച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വെച്ചിട്ട് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒരു മീഡിയം എത്രത്തോളം ഒപ്റ്റിക്കലി ഡെൻസ് ആണ്, റെയർ അല്ലെങ്കിൽ റെയർ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലൈറ്റിൽ എയറിലൂടെ പോകുന്ന വേഗതയെ മീഡിയത്തിലൂടെ പോകുന്ന വേഗതയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ആ റേഷ്യോ അല്ലേ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, അവിടെ എയറിലല്ലെങ്കിൽ വാക്യൂമിലുള്ള വേഗതയെ ഒരു മീഡിയത്തിലുള്ള വേഗതയായിട്ട് താരതമ്യം ചെയ്ത് കിട്ടുന്ന ആ ഒരു സംഖ്യ അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. പ്രത്യേകത അതിന് യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി തന്നാൽ വേഗത കണ്ടുപിടിക്കാനും വേഗത തന്നാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലെപ്പോഴും ഈ പറയുന്ന സിയുടെ വാല്യൂ 3 × 10⁸ നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു മീഡിയം, ഡെൻസർ മീഡിയം ഉണ്ട്, റെയർ മീഡിയം ഉണ്ട്. ഡെൻസിൽ നിന്ന് റെയറിൽ പോകുമ്പോഴും റെയറിൽ നിന്ന് ഡെൻസിൽ പോകുമ്പോഴും ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് വ്യത്യസ്തമായ രീതികളിലാണെന്നും നോർമലി വധിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ ഒന്ന് നോക്കാം. എന്തിലൂടെ? റിഫ്രാക്ഷനിൻ്റെ ഗ്ലാസ് സ്ലാബിലൂടെ. ഒരു ഗ്ലാസ് സ്ലാബ് എന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ ഈ ഒരു കഷ്ണം. ഇതിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കാര്യം ഏതാണ്? റെയറിൽ നിന്ന് ഡെൻസിൽ പോകുമ്പോഴും ഡെൻസിൽ നിന്ന് റെയറിൽ പോകുമ്പോഴുള്ള കേസ് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പെരിമെന്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് റിഫ്രാക്ഷനിനെ ഗ്ലാസ് സ്ലാബ് എന്ന് പറയും. ഒരു ഗ്ലാസ് സ്ലാബ് എടുക്കും, അതിലൂടെ നമ്മൾ ലൈറ്റിനെ എന്ത് ചെയ്യുക? കടത്തി വിടുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഗ്ലാസ് സ്ലാബ് ഇരിക്കുന്നതിന് പുറം എന്ന് പറയുന്നത് എന്താണ്? എയർ ആണ് ഇരിക്കുന്നത്. അപ്പോൾ എയർ എന്ന് പറയുന്നത് ഗ്ലാസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു റെയർ മീഡിയം ആകുന്നു. എന്നാൽ ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെൻസ് മീഡിയം ആണ്. ആരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ? എയറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കിയേ, ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ പി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലൈറ്റ് വരുന്നു, പി ക്യൂ. ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? റെയറിൽ നിന്നും ഡെൻസിലോട്ടാണ് വരുന്നത്. എന്ത് സംഭവിക്കും? റെയറിൽ നിന്ന് ഡെൻസിലോട്ട് പോകുമ്പോൾ നോർമലി പോകേണ്ട പാത്ത് ഇതാണെങ്കിലും ആ പാത്തിൽ പോകൂ ഇല്ല, പകരം ബെൻഡ് ചെയ്ത് ഈ ഒരു പാത്തിലായിരിക്കും പോകും. അപ്പോൾ ഫ്രം ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എ റെയർ മീഡിയം ടു എ ഡെൻസ് മീഡിയം ദ റേ വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ടുവേർഡ്സ് ദ നോർമലാണ് ബെൻഡിങ് നടത്തുന്നത്. എന്നാൽ അതേ റേറ്റ് ക്യു ആർ ഈ പറയുന്ന എ ഡി എന്ന് പറയുന്ന ഫേസിലെത്തും. ഇപ്പോൾ ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഡെൻസായ ഗ്ലാസ്സിൽ നിന്നും റെയർ ആയിട്ടുള്ള ഔട്ട് സൈഡിലോട്ട്. അപ്പോൾ എന്ത് പറ്റും? നമുക്കറിയാം നോർമലി ലൈറ്റ് പോകേണ്ടിയിരുന്ന പാത്ത് ഈ ഒരു പാത്തായിരുന്നു. പക്ഷെ ആ പാത്തിൽ പോയോ? ഇല്ല. അതെന്ത് ചെയ്തു? അത് ബെൻഡ് ചെയ്തു. എങ്ങോട്ട് ബെൻഡ് ചെയ്തു? നോർമലിൽ നിന്ന് ദൂരെ. അപ്പോൾ ഡെൻസിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോഴത്തേക്കും എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്യൂ എന്നുള്ള കാര്യവും നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചോദ്യം, അറ്റ് വിച്ച് പോയിന്റ് ഡു റിഫ്രാക്ഷൻ ഒക്കേഴ്സ് ഫോർ ദ റേ ഓഫ് ലൈറ്റ്? എവിടെയൊക്കെയാണ്? ക്യൂ എന്ന് പറയുന്ന പോയിന്റിലും ആർ എന്ന് പറയുന്ന പോയിന്റിലുമാണ് അത് നടക്കുന്നത്. ഡ്രോ എ റേ ഡയഗ്രാം ഷോയിങ് ദ റിഫ്രാക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ് ഇൻ എ ഗ്ലാസ് സ്ലാബ് ഇൻ ദ സയൻസ് ഡയറി. ഇതുപോലെ ഒരെണ്ണം വരച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അലോ ലൈറ്റ് ടു ഇൻസിഡന്റ് നോർമലി ഓൺ ദ ഗ്ലാസ് സ്ലാബ് ഡസ് റിഫ്രാക്ഷൻ ഒക്കേഴ്സ്. അതായത് ഈ പറയുന്ന ക്യു ആർ എന്ന് പറയുന്ന ലൈറ്റ് റേ വന്ന് വീഴുന്നത് ഇങ്ങനെ നേരെ നോർമലായിട്ടായിരുന്നെങ്കിൽ ബെൻഡിങ് സംഭവിക്കുമോ എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം റിഫ്രാക്ഷൻ ഒക്കർ ചെയ്യില്ല. കാരണം നോർമലി ലൈറ്റ് റേ വന്ന് വീണാൽ ഇപ്പോൾ നമ്മൾ ഈ വരച്ചതുപോലെ അത് നേരെ പോകത്തേ ഉള്ളൂ. അതൊരിക്കലും ബെൻഡ് ചെയ്യത്തില്ല. ബെൻഡ് ചെയ്യണമെങ്കിൽ ലൈറ്റ് റേ വീഴേണ്ടത് ഇങ്ങനെ ചരിഞ്ഞിട്ടാണ്. അങ്ങനെ ചരിഞ്ഞ് വീഴുന്നതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഒബ്ലിക്കലി എന്ന് വിളിക്കുന്നത്. ഇത് സെറ്റായി കാണുമെന്ന് വിശ്വസിക്കും. സംശയങ്ങളൊന്നുമില്ലല്ലോ. എങ്കിൽ നമുക്കടുത്ത് എന്ത് ചെയ്യാം? റിഫ്രാക്ഷൻ്റെ പ്രാക്ടിക്കൽ കേസുകൾ വെച്ച് പഠിക്കാം. അതായത് ഇങ്ങനെയായിരിക്കും ചോദ്യം വരും. എന്താ സംഭവം? നമ്മൾ ഒരു
ഗ്ലാസ് ടാങ്കിലേക്ക് ഒരു കോയിനെ വെച്ചു. എന്നിട്ട് ആ കോയിനെ നമ്മളൊരു വശത്ത് നേരെ മുകളിൽ നിന്നല്ല നോക്കുന്നത്, ഒരു വശത്ത് നിന്ന് നോക്കും. അപ്പോൾ ഈ പറയുന്ന ടാങ്കിനകത്ത് വെള്ളമില്ല. അപ്പോൾ ലൈറ്റർ എന്ത് ചെയ്തു? നേരെ വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ കോയിനെ കാണാൻ പറ്റില്ല. ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ കോയിനെ കാണാൻ പറ്റില്ല. കാരണം എന്താ? കുട്ടിയുടെ കണ്ണിരിക്കുന്നത് ഇവിടെയാണ്. കണ്ണിന് നേരെ വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ അതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്ത് പറ്റും? കോയിൻ ഇപ്പോഴും അവിടെ തന്നെയാണോ? അതെ, അവിടെ തന്നെയാണ്. ലൈറ്ററേ വരുന്നുണ്ടോ? വരുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചേ? ഈ പറയുന്ന ടാങ്കിൽ ഇപ്പോൾ എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, വെള്ളം എന്ന് പറയുന്നത് ഒരു ഡെൻസ് മീഡിയമാണ്. പുറത്തുള്ള എയർ എന്ന് പറയുന്നത് ഒരു റെയർ മീഡിയമാണ്. അപ്പോൾ ഇവിടെ മീഡിയത്തിന് ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ലൈറ്റർ നേരെ പോയി. പക്ഷെ ഇവിടെയോ മീഡിയത്തിന് ചേഞ്ച് സംഭവിച്ചു. ദ റേ വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, അല്ലേ? അപ്പോൾ ഇതാണ് ആ പോയിന്റ് എന്ന് വിചാരിക്കുക. ഏത് പോയിന്റ്? ഈ ഒരു പോയിന്റ് എന്ന് വിചാരിക്കുക. റേ ഓഫ് ലൈറ്റ് വന്നത് ഇങ്ങനെയാണ്. റേ ഓഫ് ലൈറ്റ് വന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്തിന് മുകളിൽ ഇരിക്കുന്നത് റെയർ മീഡിയവും താഴെ ഇരിക്കുന്നത് ഡെൻസ് മീഡിയവുമാണ്. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ റേ എന്ത് ചെയ്യും? ഇതാണ് നോർമൽ എന്ന് കരുതുക. നോർമലിൽ നിന്ന് അടുത്തോട്ട് ബെൻഡ് ചെയ്യോ, ദൂരേക്ക് ബെൻഡ് ചെയ്യോ? ഡെൻസിൽ നിന്ന് റെയറിൽ പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്യും. അതുപോലെ ലൈറ്റ് ഇങ്ങനെ പോകേണ്ടിയിരുന്നതിന് പകരം ബെൻഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഈ ഒരു പാത്തിലേക്ക് പോകും. സോ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു, നമ്മൾ കോയിനെ കാണും. പക്ഷെ എവിടെ കാണുന്നു? ഒറിജിനൽ പൊസിഷനിലാണോ കോയിനെ കാണുന്നത്? അല്ല. പിക്ചറിലോട്ട് ശ്രദ്ധിക്കൂ. നമ്മൾ എവിടെയാണ് കാണുന്നത്? ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഒരല്പം മുകളിലായിട്ട് കോയിൻ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം പ്രകാശം എവിടെ നിന്ന് വരുന്നു അവിടെ ഇമേജ് ഉണ്ടെന്നേ നമ്മുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോയിൻ യഥാർത്ഥ പൊസിഷനിൽ നിന്നും അല്പം മുകളിലേക്ക് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓൺ പോറിംഗ് വാട്ടർ ദ റേ ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ കോയിൻ അണ്ടർഗോസ് റിഫ്രാക്ഷൻ ആൻഡ് റീച്ചസ് ദ ഐ, ഹെൻസ് ദ കോയിൻ ബിക്കം വിസിബിൾ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നത്? കോയിനെ കാണാനായിട്ട് പറ്റുന്നത്. പിടികിട്ടിയോ? ഇവിടെ അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? നോക്കിയേ. പ്ലേസ് എ ഗ്ലാസ് ലാബ് ഓൺ എ ലെറ്റർ ഇൻ എ ടെക്സ്റ്റ് ബുക്ക്. ഒരു ഗ്ലാസ് ലാബിനെടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന ലെറ്ററിന് മുകളിലായിട്ട് വയ്ക്കാം. എന്ത് പറ്റും? ദ ലെറ്റർ അപ്പിയർ റൈസ്ഡ്. ലെറ്റർ അല്പം ഉയർന്നിരിക്കുന്നതായിട്ട് തോന്നും. എങ്ങനെ തോന്നും? നമ്മളിപ്പോൾ മുകളിൽ കണ്ടതുപോലെ, ഇവിടെ കണ്ടതുപോലെ, മുകളിൽ കണ്ടതുപോലെ അക്ഷരങ്ങൾ താഴെ ഇരിക്കുന്ന യഥാർത്ഥ അക്ഷരങ്ങൾ അല്പം ഉയർന്നിരിക്കുന്നതായിട്ട് തോന്നും. വാട്ട് മേ ബി ദ റീസൺ? എന്താണ്? റിഫ്രാക്ഷൻ ആണ് റീസൺ എന്ന് പറയും. തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെ. ലൈറ്റ് റേസ് കമ്മിങ് ഫ്രം എന്താണ്? ദ ലെറ്റർ അണ്ടർഗോസ് റിഫ്രാക്ഷൻ, അല്ലെ? എന്ത് ചെയ്യും? റിഫ്രാക്ഷനിന് വിധേയമാകും. അങ്ങനെ ലെറ്റർ റൈസ്ഡ് ആയിട്ടിരിക്കും. ഉത്തരം എഴുതാൻ പറ്റുമല്ലോ ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ. അടുത്ത് ഒബ്സർവ് ദ ഫിഗർ 1.11 എന്ന് വെച്ചാൽ ഇത്. ലെറ്റ്സ് ഡു എ സിമിലർ ആക്ടിവിറ്റി. നമുക്ക് എന്ത് പറ്റും? നോക്കി. യു ക്യാൻ സീ എ കോയിൻ ലൈങ് അണ്ടർ ദ വാട്ടർ ഇൻ ദ ടോപ്പ്. ഈ വെള്ളത്തിനകത്ത് കോയിൻ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ട്രൈ ടു ടേക്ക് ദ കോയിൻ ഔട്ട് ബൈ ലുക്കിംഗ് ത്രൂ എനി വൺ സൈഡ് ഓഫ് ദ ത്രോ. അതായത് ഏതെങ്കിലും ഒരു വശത്ത് നിന്ന്, ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ നോക്കിക്കൊണ്ട് ആ കോയിൻ എടുക്കാൻ ശ്രമിക്കുക. വാട്ട് യു ഡു ഇറ്റ് വിത്ത് ഈസ്? ക്യാൻ യു ഡു ഇറ്റ് വിത്ത് ഈസ്? നോ, നിങ്ങൾക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിക്കോ. നമുക്കിപ്പോൾ ഈ സൈഡിലാണ് ആൾ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇതാണ് ആളെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പറയുന്ന ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും? വെള്ളം കിടക്കുന്നത് കൊണ്ട് ഈ പോയിന്റിൽ വെച്ച്, ഞാൻ ഇപ്പോൾ വരച്ച് നിർത്തിയേക്കുന്ന ഈ പോയിന്റിൽ വെച്ച് ബെൻഡ് ചെയ്യും. അതായത് നോർമൽ ഇതാണെങ്കിൽ നോർമലിൽ നിന്ന് ദൂരേക്ക് ബെൻഡ് ചെയ്യും, നമ്മുടെ കണ്ണിലേക്ക് എത്തും. പ്രശ്നം എന്താണ്? കണ്ണിലേക്ക് എത്തുന്നതിന് നേരെ ആയിരിക്കും നമ്മൾ ആരെ കാണുന്നത്? കോയിനെ കാണുന്നത്. ഇവിടെ കോയിൻ ഇരിക്കുന്നതായിട്ട് തോന്നും. സോ നമ്മൾ നോർമലി കൈകൊണ്ട് എടുക്കുന്നത് ഈ പറയുന്ന കോയിനായിരിക്കും. പക്ഷെ അത് നമുക്ക് ഒറിജിനൽ കോയിൻ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടും. അതായത് ഈ കാണുന്ന പൊസിഷനെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് അപ്പാരന്റ് പൊസിഷൻ എന്നാണ്. എന്താണ്? അപ്പാരന്റ് പൊസിഷൻ. ഈ ഇരിക്കുന്ന താഴത്തെ പൊസിഷനെ വിളിക്കുന്ന പേര് ആക്ച്വൽ പൊസിഷൻ എന്നാണ്. എന്താണ്? ആക്ച്വൽ പൊസിഷൻ. അപ്പോൾ ആക്ച്വൽ പൊസിഷനിൽ നമുക്ക് കോയിനെ കാണാൻ പറ്റത്തില്ല. കുറച്ച് ഉയർന്ന അപ്പാരന്റ് പൊസിഷനിലായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റൂ? ഇല്ല. വാട്ട് മേ ബി ദ റീസൺ? ബിക്കോസ് ദ കോയിൻ appears to be elevated or it is in the apparent position due to refraction കാരണം ആക്ച്വൽ പൊസിഷൻ അല്ല നമ്മൾ കാണുന്നത്, അപ്പാരന്റ് പൊസിഷൻ ആണ് കാണുന്നത്. അതായത് നമുക്ക് തോന്നുന്ന പൊസിഷൻ. അപ്പോൾ അവിടെ എടുക്കാൻ പറ്റൂ? ഇല്ല. ഇതിന്റെ യഥാർത്ഥത്തിൽ നമുക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കേസാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ ബോട്ടം ഓഫ് എ പോണ്ട് അപ്പിയേഴ്സ് എലിവേറ്റഡ്
വെൻ വ്യൂഡ് ഫ്രം എ ഡിസ്റ്റൻസ് ദാൻ ഫ്രം എ നിയർ പോയിന്റ് വൈ. അതായത് നമ്മൾ ഈ പറയുന്ന പോണ്ടിന്റെ അടിവശം, കുളങ്ങളുടെ, സ്വിമ്മിംഗ് പൂളിന്റെ ഒക്കെ അടിവശം നമ്മൾ വശങ്ങളിൽ നോക്കുമ്പോൾ അത്ര ആഴമുള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷെ ആക്ച്വലി ആഴം ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? ഇതേ പ്രശ്നം. വാട്ടർ സർഫസ് വെച്ച് ബെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന അടിവശം കാണുന്നത് ഇങ്ങനെ ഉയർന്നിട്ടായിരിക്കും. അതുകൊണ്ട് സംഭവം. അടുത്ത, പീപ്പിൾ ഹു എൻഗേജ് ഇൻ ബോ ഫിഷിംഗ് എയിം അറ്റ് എ പോയിന്റ് സ്ലൈറ്റ്ലി ബിലോ ദ പെർസീവ്ഡ് പൊസിഷൻ ഓഫ് ദ ഫിഷ്. വൈ എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ അമ്പും വില്ലും കൊണ്ട് മീൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന അമ്പ് പോലത്തെ സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അമ്പയക്കും. ഈ അമ്പ് വന്ന് എന്ത് ചെയ്യും? മീനിന്റെ ദേഹത്ത് കൊള്ളും. സോ മീനിനെ നമ്മൾ കണ്ട പൊസിഷൻ ഇതാണ്. ഈ പറയുന്ന ലൈൻ എന്ന് പറയുന്നത് വെള്ളവും എയറും തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ട് അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നത്, ഈ ലൈറ്റർ എങ്ങനെയാ വരുന്നത്? ഇവിടെ എത്തി, ഈ പോയിന്റിൽ വെച്ച് എന്ത് ചെയ്തു? ബെൻഡ് ചെയ്തിട്ടാണ് എങ്ങോട്ട് വന്നത്? നമ്മുടെ കണ്ണിലേക്ക് വന്നത്. ഇതാണ് നിങ്ങൾ ആളെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആളെന്ന് വിചാരിക്കുക. കണ്ണിലേക്ക് വന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെയാണോ മീൻ ഇരിക്കുന്ന? അല്ല. മീൻ ഇരിക്കുന്ന എവിടെയാണ്? നമുക്ക് ഒരു ചെറിയൊരു തെറ്റ് പറ്റി അല്ലേ വരച്ചപ്പോൾ. മീൻ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് എവിടെയാണ്? ഇതാ ഇവിടെയാണ്. ആ മീന് നിന്നുള്ള ലൈറ്റ് ഇവിടേക്ക് വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? ബെൻഡ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വന്നു. അപ്പൊ ഈ പറയുന്ന ബെൻഡ് ചെയ്ത് വന്ന പൊസിഷന് നേരെ മീൻ ഇരിക്കുന്നതായിട്ട് നമ്മുടെ ബ്രെയിൻ എന്ത് പറയുള്ളൂ. അപ്പൊ ഇതാണ് ആക്ച്വൽ മീന്, ഇതാണ് അപ്പാരന്റ് പൊസിഷൻ. സോ നമ്മൾ എന്ത് പറ്റും? ഈ പറയുന്ന അമ്പിന്റെ ഉന്നം എന്ന് പറയുന്നത് ഒറിജിനലിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി താഴെ നമ്മൾ ഉന്നം വെച്ചാലേ നമുക്ക് കൃത്യം ഒറിജിനൽ മീനിനെ കൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഒന്ന് ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ റിഫ്രാക്ഷന്റെ ബേസിക് ആയ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. നമ്മുടെ അന്തരീക്ഷത്തിൽ റിഫ്രാക്ഷൻ ഉണ്ടോ എന്നുള്ളതിന് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ. എന്താണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ? നിങ്ങൾ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. ആ ട്വിങ്കിൾ ചെയ്യുന്ന സ്റ്റാർ യഥാർത്ഥത്തിൽ ട്വിങ്കിൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ്? നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അതിന്റെ പിന്നിലും എന്താണ്? റിഫ്രാക്ഷൻ. എന്താ സംഭവം? നമ്മുടെ അന്തരീക്ഷമാണ് ഇതായി കാണുന്നത്. ഇത് അന്തരീക്ഷമാണെന്ന് വിചാരിക്കുക. ഇത്രയും അന്തരീക്ഷമാണ്. നിങ്ങൾക്കറിയാം വാട്ട് ഈസ് അറ്റ്മോസ്ഫിയർ? എയർ കൊണ്ടും പൊടി കൊണ്ടും അതുപോലെ ഒരു വാട്ടർ വേപ്പറും ഒക്കെ അടങ്ങുന്ന ഭൂമിയുടെ ഒരു ആവരണം, ഒരു കവറിങ്. അതിനാണല്ലോ നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും തുല്യമല്ല. ഈ ഭാഗത്ത് എയറിന് കുറച്ച് ഡെൻസിറ്റി കൂടുതലായിരിക്കും, മുകളിലോട്ട് പോകുന്നതോറും ഡെൻസിറ്റി കുറഞ്ഞു വരും. ചിലപ്പോൾ ചില അന്തരീക്ഷ പ്രതിഭാസങ്ങൾ, മിന്നലോ ഇടിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ, മിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? കോമ്പോസിഷൻ വ്യത്യാസം വരും. അപ്പോൾ വരുന്ന ലൈറ്റർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ശൂന്യാകാശമാണ്, ഔട്ടർ സ്പേസ് ആണ്. ഔട്ടർ സ്പേസിനകത്ത് ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? ചിലപ്പോൾ നിങ്ങൾ ടീച്ചർമാർ പറയും നിങ്ങളുടെ തലയ്ക്കകത്തൊന്നുമില്ല, അതുപോലെയാണ് ശൂന്യമാണ്. അതുപോലെയാണ് ശൂന്യാകാശത്തിലും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? വാക്യൂമായിട്ട് കണക്കാക്കാം. വാക്യൂമിലാണല്ലോ ലൈറ്റ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോകുന്നത്. എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. എന്നാൽ ഈ അറ്റ്മോസ്ഫിയർ എത്തിക്കഴിയുമ്പോൾ പിന്നെ അവിടെ തടസ്സത്തിനായിട്ട് ആൾക്കാരുണ്ട്. അവർ തടസ്സം ഉണ്ടാക്കും. അപ്പോൾ ലൈറ്ററേക്ക് എന്ത് സംഭവിക്കും? ബെൻഡിങ് സംഭവിക്കും. എങ്ങനെയൊക്കെ സംഭവിക്കും നോക്കിയേ. ചിലപ്പോൾ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും, ചിലപ്പോൾ എവേ ഫ്രം ദ നോർമൽ, ചിലപ്പോൾ ടുവേർഡ്സ് ദ നോർമൽ, ചിലപ്പോൾ എവേ ഫ്രം ദ നോർമൽ, ചിലപ്പോൾ ടുവേർഡ്സ് ദ നോർമൽ, എവേ ഫ്രം ദ നോർമൽ, ടുവേർഡ്സ് ദ നോർമൽ, എവേ ഫ്രം ദ നോർമൽ. നമ്മൾ ലൈറ്റ് കണ്ടത് ഈ ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് പറയും? നക്ഷത്രം ഇരിക്കുന്നത് എവിടെയാണ്? ഈ വന്നതിന് നേരെ ഇവിടെ എവിടെയോ ആണെന്നാണ് പറയുന്നത്. പക്ഷെ വന്നത് എവിടെ നിന്നാണ്? ഇവിടുന്ന്. അപ്പോൾ യഥാർത്ഥ പൊസിഷനും മറ്റേ പൊസിഷനും തമ്മിൽ വ്യത്യാസം. അപ്പോൾ അപ്പാരന്റ് പൊസിഷനും ആക്ച്വൽ പൊസിഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ടോ, ആക്ച്വൽ പൊസിഷനിൽ വരുന്ന ലൈറ്ററെ ബെൻഡ് ചെയ്ത് വരുന്നു. സോ നമ്മൾ കാണുന്നത് ഇവിടെയാണ്. അപ്പൊ പിന്നെ ഈ ട്വിങ്കിൾ ചെയ്യുന്നതുമായിട്ട് ബന്ധമില്ലല്ലോ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാ ട്വിങ്കിളിങ്ങിന് കാരണമാവുന്നേ? നക്ഷത്രങ്ങൾ ഒരുപാട് ദൂരെയാണ്. സത്യത്തിൽ ഈ നക്ഷത്രം ഭൂമിയെക്കാളും ഒക്കെ ഭയങ്കര വലുതാണെങ്കിലും ദൂരം കൂടുന്തോറും നമ്മൾ ഒബ്ജക്റ്റുകളെ ചെറുതായിട്ട് കാണും. വിമാനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എയർപോർട്ടിലെ വിമാനം വലിയ വിമാനം, ഇന്ന് ആകാശത്തോട്ട് പറന്നു പോകുന്ന കാണുമ്പോഴോ ചെറിയതായിട്ട് തോന്നും. അതുപോലെ നക്ഷത്രങ്ങളും ഒരുപാട് അകലെ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒരു പോയിന്റ് സോഴ്സ് ആയിട്ടാണ് കാണുന്നത്. നമ്മളതിനെ എന്തായിട്ടാണ് കാണുന്നത്? ഒരു പോയിന്റ് സോഴ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പോയിന്റ് സോഴ്സിൽ ദൂരെ കാണുന്ന നക്ഷത്രത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരുമ്പോൾ നമുക്ക് ആ ദൂരം, ഇതിനിടയിലുള്ള ഈ ഒരു ദൂരം ഉണ്ടല്ലോ, അത് നമുക്ക് അത്രയ്ക്ക് അങ്ങ്
ജഡ്ജ് ചെയ്യാൻ നമ്മുടെ കണ്ണുകൾക്ക് പറ്റത്തില്ല. അപ്പോൾ ലൈറ്റ് വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. അതായത് ഈ ആക്ച്വൽ പൊസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പാരന്റ് പൊസിഷൻ ആയിരിക്കും നമ്മൾ കാണുന്നത്. പെട്ടെന്ന് അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ മാറും. അപ്പോൾ ആദ്യം വന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം മാറിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പൊസിഷൻ അല്പം ഇപ്പുറത്തോട്ടായിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ കണ്ണിലോട്ട് ലൈറ്റ് വന്നില്ല. അപ്പോൾ നമ്മൾ ലൈറ്റ് കാണത്തില്ല, പിന്നെ വീണ്ടും കാണും. അപ്പോൾ നക്ഷത്രം കത്തി അണയുന്ന പോലെ, ലൈറ്റ് നേരെ കൃത്യമായിട്ട് വരാത്തതുകൊണ്ട്, അല്ലെ, ലൈറ്റ് കൃത്യമായിട്ട് വരാത്തതുകൊണ്ട് കത്തി അണയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യും, തോന്നും. അപ്പോൾ നക്ഷത്രങ്ങൾ ട്വിങ്കിൾ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷന്റെ ഒന്നാമത്തെ ഉദാഹരണം. അപ്പോൾ അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാർ. അപ്പോൾ എന്താ സംഭവം നോക്കിയേ. ദ സ്റ്റാർ അപ്പിയേഴ്സ് ആസ് എ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ്. സ്റ്റാർ എന്ന് പറയുന്നത് ഒരു പോയിന്റ് സോഴ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അത് അകലെ ആയതുകൊണ്ട്, ബിക്കോസ് ദേ ആർ അറ്റ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് കമ്പയർഡ് ടു ദ പ്ലാനറ്റ്. അപ്പോൾ പ്ലാനറ്റുകൾ ട്വിങ്കിൾ ചെയ്യാറില്ല. നിങ്ങൾ ആകാശത്ത് പോയിട്ട് ഏതെങ്കിലും ഗ്രഹങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ മെർക്കുറി, വീനസ്, നമുക്ക് മാഴ്സും ഒക്കെ ചിലപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് ദൂരെ കാണാൻ പറ്റും. അപ്പോൾ അതൊന്നും ട്വിങ്കിൾ ചെയ്യത്തില്ല, കാരണം അത് അടുത്തായതുകൊണ്ട്, നക്ഷത്രങ്ങൾ ദൂരെ ആയതുകൊണ്ട് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് തോന്നും. സോ ദ ലൈറ്റ് കമ്മിങ് ഫ്രം ദ സ്റ്റാർ റീച്ചസ് അവർ ഐസ്. എങ്ങനെ? ബൈ ട്രാവേഴ്സിങ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിലൂടെയാണ് ലൈറ്റ് കടന്നു വന്ന് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. സോ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ത്രൂ വിച്ച് ദ ലൈറ്റ് ട്രാവൽസ്. സോ ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഗോസ് ഓൺ ചേഞ്ചിങ് ആസ് ദ ഫിസിക്കൽ കണ്ടീഷൻ. ഇത് മാറിക്കൊണ്ടേയിരിക്കും, പ്രഷറും ടെമ്പറേച്ചറും മാറുന്നതിനനുസരിച്ച്. ഓഫ് ദ ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ചേഞ്ച് കണ്ടിന്യൂസ്. അപ്പോൾ ഓരോ അറ്റ്മോസ്ഫിയറിക് ലെയറിലും പ്രഷറിലും ടെമ്പറേച്ചറിലും വരുന്ന മാറ്റം കാരണം ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ലൈറ്റ് എന്തിന് വിധേയമാകും? ഇറഗുലാർ റിഫ്രാക്ഷന് വിധേയമാകും. അങ്ങനെ ലൈറ്റ് റേ ഫ്രം ദ സ്റ്റാർ റീച്ചസ് ദ ഐ ആഫ്റ്റർ റിഫ്രാക്റ്റഡ് സെവറൽ ടൈംസ്. സോ പലതവണ ഇത്തരത്തിൽ പല ഓർഡറിൽ റിഫ്രാക്ട് ചെയ്തിട്ടാണ് എത്തുന്നത്. സോ ദ സ്റ്റാർ കനോട്ട് ബി സീൻ കണ്ടിന്യൂസ്ലി അറ്റ് ദ സെയിം പൊസിഷൻ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സ്റ്റാറിനെ ഒരൊറ്റ പൊസിഷനിൽ കാണാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഈ പൊസിഷൻ മാറുന്നത് കാരണമാണ് നക്ഷത്രങ്ങൾ ട്വിങ്കിൾ ചെയ്യുന്നത്. അപ്പോൾ വൈ സ്റ്റാർ ട്വിങ്കിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിനെ ഒന്ന് ചുരുക്കിയാണ് എഴുതാൻ. നമ്മുടെ നോട്ടുണ്ട്, നോട്ടിൽ ചുരുക്കിയതുണ്ട്. നോട്ട് കിട്ടാൻ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യും. ഒന്നാമത്തെ ഉദാഹരണം കിട്ടി. ഇനി വരുന്നു രണ്ടാമത്തെ ഉദാഹരണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ യഥാർത്ഥത്തിൽ ഉദിച്ചതിന് അല്ലെങ്കിൽ ഉദിക്കുന്നതിന് മുന്നേയും അസ്തമിച്ചതിന് ശേഷവും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈവൻ ആഫ്റ്റർ ദ സൺ ഹാസ് പാസ്ഡ് ദ വെസ്റ്റേൺ ഹൊറൈസൺ. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഭൂമി ഇതാണെന്ന് കരുതുക. ഭൂമി ഇതാണെന്ന് കരുതുക. നമ്മുടെ ഭൂമിയിൽ നിന്ന് നമുക്ക് ഇതാ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അല്ലേ? നമ്മൾ ഈ പറയുന്ന ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരിട്ട് കാണും, നമ്മുടെ കണ്ണിൻ്റെ ലെവലിൽ തറയായിട്ട് നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ഇതിനാണ് നമ്മൾ ഹൊറൈസൺ എന്ന് വിളിക്കുന്നത്. ഇത് ഹൊറൈസൺ. രണ്ട് വശത്ത് ഹൊറൈസൺ, രണ്ട് വശത്തുണ്ട് ഹൊറൈസൺ. ഇന്ന് വായിച്ചേ. ഈവൻ ആഫ്റ്റർ ദ സൺ പാസ് ദ വെസ്റ്റേൺ ഹൊറൈസൺ. നമുക്കറിയാം സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റ്, അസ്തമിക്കുന്നത് വെസ്റ്റ്. അപ്പോൾ വെസ്റ്റേൺ ഹൊറൈസൺ കഴിഞ്ഞാലും, അതായത് വെസ്റ്റേൺ ഹൊറൈസണ് മുമ്പിലാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നത്. ഇപ്പോൾ സൂര്യൻ എന്ത് ചെയ്തു? വെസ്റ്റേൺ ഹൊറൈസൺ കഴിഞ്ഞു. പക്ഷേ നോർമൽ കേസിൽ നമ്മൾ പിന്നെ സൂര്യനെ കാണാൻ പാടില്ല, രാത്രിയായി കഴിഞ്ഞു. ബട്ട് ദ സൺ ഈസ് വിസിബിൾ ഫോർ സം മോർ ടൈംസ്. പക്ഷേ എങ്കിലും നമുക്ക് സൂര്യനെ കുറച്ച് സമയം കൂടി കാണാൻ പറ്റും. ഇതുപോലെ സൺ ക്യാൻ ബി സീൻ എ ഫ്യൂ സെക്കൻഡ്സ് ബിഫോർ ഇറ്റ് റീച്ചസ് ദ ഈസ്റ്റേൺ ഹൊറൈസൺ. അടുത്ത ദിവസം രാവിലെ സൂര്യൻ എവിടെ എത്തിയതേ ഉള്ളൂ? ഈസ്റ്റേൺ ഹൊറൈസന്റെ താഴെ എത്തിയതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? സൂര്യനെ കാണാൻ പറ്റും. എന്തുകൊണ്ട്? നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതാ കണ്ടോ, ഹൊറൈസൺ കണ്ടോ, ഈ ഹൊറൈസൺ കണ്ടോ. അപ്പോൾ ഇവിടെ ആക്ച്വൽ പൊസിഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ്? ഇത് ഈസ്റ്റേൺ ഹൊറൈസൺ ആണ്. അപ്പോൾ ഈസ്റ്റേൺ ഹൊറൈസണിൽ നമ്മുടെ ഹൊറൈസണിന്റെ താഴെയാണ്, അതായത് ചക്രവാളത്തിന് താഴെയാണ് സൂര്യൻ നിൽക്കുന്നത്. സോ നോർമലി ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഫിഷ് ടാങ്കിന്റെ അടിവശം പൊങ്ങിയിരിക്കുന്നത് പോലെ, പോയിന്റ് ഉയരം കൂടിയിരിക്കുന്നത് പോലെ, അക്ഷരങ്ങൾ റൈസ് ചെയ്ത് കാണുന്നത് പോലെ ഇവിടെ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് റേയും ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ലൈറ്റ് റേ ബെൻഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ബെൻഡ് ചെയ്യുന്നു. അങ്ങനെ ബെൻഡ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് എത്തും. എന്ത് ചെയ്യും? ബെൻഡ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ ബെൻഡിങ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ ആളെ കുറച്ച് വലുതാക്കി വരച്ചുകൊണ്ട് ആ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഇവിടെ എത്തുമ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഓരോ ലെയറും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ബെൻഡ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ കണ്ണിലോട്ട്. നമ്മുടെ ബ്രെയിനിന് പക്ഷേ അതറിയാവോ? ഇല്ല.
ബ്രെയിൻ പറയും ഇതുവഴിയാണ് കണ്ടതെങ്കിൽ അതിൻ്റെ നേരെ പിറകിലായിരിക്കും ആരിയ്ക്കുന്നത്, സൂര്യൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അപ്പാരൻ്റ് പൊസിഷൻ നമുക്ക് അങ്ങോട്ട് കാണിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ സൂര്യൻ എവിടെയാണ് നിൽക്കുകയാണ്? ഹൊറൈസണ് താഴെ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ എവിടെ കാണുന്നു? ഹൊറൈസണ് മുകളിൽ കാണുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ദ റേസ് കമ്മിങ് ഫ്രം ദ സൺ undergoes refraction through the atmosphere and we see the sun normally ഒരു 2 മിനിറ്റ് ആണ്, 2 മിനിറ്റ് ബിഫോർ ദ സൺറൈസ്. അപ്പോൾ സൂര്യ ഉദയത്തിനും ഏതാണ്ട് ഒരു 2 മിനിറ്റ് മുന്നേ തന്നെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. എന്തുകൊണ്ട്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഉള്ളത് കൊണ്ട്. ഇതിൻ്റെ ഉത്തരവും നമ്മുടെ നോട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ 2 കേസുകൾ പഠിച്ചു. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ്റെ 2 കേസ്, ഒന്ന് twinkling of star, രണ്ട് sun is visible 2 minutes before the sunrise and 2 minutes after the sunrise. അല്ലെങ്കിൽ the sun can be seen even after the sun has passed the western horizon, or the sun can be seen before the actual sunrise in the eastern horizon. രണ്ടിൻ്റെ ഉത്തരം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിടികിട്ടി കഴിഞ്ഞെങ്കിൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. അതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? പ്രതിഫലനം എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ് ഇതൊരു സർഫസ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു സർഫസിലേക്ക് വന്ന് തട്ടുന്നു. തട്ടിയിട്ട് എന്ത് ചെയ്യും? അത് ആ സർഫസിൽ തട്ടി തിരിച്ച് പോകും, അല്ലേ? പ്രതിഫലിക്കും, ബൗൺസ് ബാക്ക് ചെയ്യും. ഇതിനാണല്ലോ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് റിഫ്രാക്ഷൻ എന്നാണ്. അപ്പോൾ നമ്മളിതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? റിഫ്രാക്ഷൻ. സോ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് കാരണം ലൈറ്റ് എന്ത് ചെയ്യപ്പെടും? റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ ഒരു സാധനം നിങ്ങൾ ഫാൻസി കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഒപ്റ്റിക് ഫൈബർ പോലത്തെ കേബിളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് കടന്നു പോകുന്നു. ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലോട്ട് കടന്നു പോകുന്നു. സപ്പോസ് ഇതൊരു ഡെൻസ് മീഡിയവും ഇതൊരു റെയർ മീഡിയവും ആണെന്ന് വിചാരിക്കും. നിങ്ങൾക്കറിയാം ലൈറ്റ് പോകുന്നത് ഒരു ഡെൻസ് മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ടാണെങ്കിൽ ലൈറ്റിന് എന്ത് സംഭവിക്കും? അത് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? നേരെ ഈ ഒരു പാത്തിൽ പോവോ? ഇല്ല. പിന്നെ എങ്ങോട്ട് പോവും? ടുവേർഡ്സ് നോർമൽ ആണോ, എവേ ഫ്രം ദ നോർമൽ ആണോ? ഡെൻസിൽ നിന്ന് റെയറിൽ പോകുമ്പോൾ അപ്പോൾ നിങ്ങൾക്കറിയാം എവേ ഫ്രം ദ നോർമലാണ് പോകുന്നത്. എവേ ഫ്രം ദ നോർമലാണ് പോകുന്നത്. ഇത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഇതറിയാമെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻ്റെ ഒരു കുറച്ചുകൂടി കൂടിയൊരു ഫോമാണ് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ആംഗിൾ ഒന്ന് നോക്കിയേടാ, ഈ ആംഗിൾ ഒന്ന് നോക്കി. നോർമലും ഇൻസിഡന്റ് റേയുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ, ഈ ഒരു ആംഗിൾ നോക്കിയേ. റിഫ്രാക്റ്റഡ് റേയും നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ. ഞാൻ ഈ ഒരു ആംഗിൾ അല്പം കൂടെ കൂട്ടി എന്ന് വിചാരിക്കും. അതായത് ഞാൻ ലൈറ്റ് റേയെ ഒരല്പം കൂടെ ദൂരെ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇടിപ്പിച്ചാൽ ഞാൻ ഈ ആംഗിൾ കൂട്ടിയതിനനുസരിച്ച് ഈ ആംഗിളും കൂടണം. അതായത് ലൈറ്റ് റേ എന്ത് ചെയ്യും? നേരത്തെ പോയതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ബെൻഡ് ചെയ്യും. ആണോ അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഒരല്പം കൂടെ കൂട്ടി. അപ്പോൾ എന്ത് പറ്റി? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരല്പം കൂടെ കൂടി. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഒരല്പം കൂടെ കൂടണം. അപ്പോൾ എന്ത് പറ്റും? ലൈറ്റ് റേ ഈ പറയുന്ന രണ്ട് മീഡിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഇതിന് ക്രോസ് ആയിട്ട് ഇങ്ങനെ പോകും. അതായത് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒന്നല്ലേ? ഞാനിവിടെ അല്ലാതെ ഒന്ന് വരച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു മീഡിയം വരയ്ക്കാൻ പോകും. വരച്ചല്ലോ. ഇതിൻ്റെ താഴ്വശം എന്ന് പറയുന്നത് ഡെൻസ് മീഡിയം ആണെന്ന് കരുതുക. മുകൾ വശം എന്ന് പറയുന്നത് റെയർ മീഡിയം ആണെന്നും കരുതിയോ? അപ്പോൾ ലൈറ്റ് സഞ്ചരിക്കാൻ പോകുന്നത് ഡെൻസിൽ നിന്നും റെയറിലോട്ട്. എങ്ങോട്ട് ബെൻഡ് ചെയ്യും? നിങ്ങൾ പറയും എവേ ഫ്രം ദ നോർമൽ, അല്ലേ? എവേ ഫ്രം നോർമൽ ആയിരിക്കും ബെൻഡ്
ചെയ്യുന്നത്. സോ ഞാൻ ഒരു റേ ഓഫ് ലൈറ്റിനെ കൊണ്ടുവന്നു. ആ റേ ഓഫ് ലൈറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് ഇടിപ്പിച്ചു, നോർമൽ വരച്ചു, ലൈറ്റ് റേക്ക് ബെൻഡിങ് സംഭവിച്ചു, ദാ ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു, എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്തു. ഞാൻ അടുത്ത കേസിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇച്ചിരി കൂടി കൂട്ടി. അപ്പോൾ എന്ത് പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറച്ചുകൂടെ കൂട്ടുമ്പോൾ എന്ത് പറ്റും? ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കുറച്ചുകൂടെ കൂടും. അങ്ങനെ എന്ത് പറ്റും? ലൈറ്റ് റേ അപ്പുറത്തെ മീഡിയത്തിലോട്ട് പോകാതെ ഈ മീഡിയത്തിന് നേരെ ഇങ്ങനെ സഞ്ചരിക്കും. അതായത് ഈ പറയുന്ന ഒരു നിശ്ചിത ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിട്ട് മാറി? 90 ഡിഗ്രി ആയിട്ട് മാറിക്കൂടെ? ആ പറയുന്ന 90 ഡിഗ്രി ആയിട്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ മാറുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടല്ലോ, ഇതിന് നമ്മളൊരു പേര് പറഞ്ഞ് വിളിക്കും. ഇതിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇതാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും. ഇത് വിളിക്കും ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും. അതായത് ഈ രണ്ട് മീഡിയത്തിൻ്റെയും ക്രിട്ടിക്കൽ ആംഗിളാണ് ഈ ആംഗിൾ. എന്താ പ്രത്യേകത? ഈ ആംഗിളിൽ ലൈറ്റിനെ കൊണ്ടുവന്ന് ഇടിപ്പിച്ചാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 90 ഡിഗ്രി ആയിട്ട് മാറും. ഇനി ഞാൻ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിച്ചിട്ട് ഞാൻ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കുറച്ചുകൂടി കൂടിയ ഒരു ആംഗിളിലാണ് ലൈറ്റ് റേ കൊണ്ടുവന്ന് ഇടിപ്പിച്ചാൽ എന്ത് സംഭവിക്കണം? ആദ്യം ബെൻഡ് ചെയ്തപ്പോൾ 90 ഡിഗ്രി എത്തി. അപ്പോൾ അതിനേക്കാൾ കൂട്ടിയാൽ എന്ത് പറ്റും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയേക്കാൾ കൂടും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയുമാണ് 90 ഡിഗ്രി അല്ലേ? അപ്പോൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈ മീഡിയവും കഴിഞ്ഞ് ഇപ്പുറത്തെത്തും. അതായത് ലൈറ്റ് റേ പിന്നെ എങ്ങനെ കടന്നു പോകും? ഇങ്ങോട്ട് കടന്നു പോകും. ഇങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തന്നെയാണ്? ആ വന്ന മീഡിയം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ലൈറ്റ് റേ വന്നു, തട്ടി, അതേ മീഡിയത്തിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ പോയാൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? റിഫ്രാക്ഷൻ എന്നാണോ വിളിക്കുന്നത്? റിഫ്ലക്ഷൻ എന്നാണോ വിളിക്കുന്നത്? റിഫ്ലക്ഷൻ എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ലൈറ്റിന് റിഫ്ലക്ഷൻ സംഭവിച്ചു. എന്ത് കാരണം? റിഫ്രാക്ഷൻ കാരണം. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കും. കാര്യം പിടികിട്ടിയെങ്കിൽ നമുക്ക് അടുത്ത ടെക്സ്റ്റ് ബുക്കിലോട്ട് നോക്കാമല്ലോ. ഇവിടെ കാണുന്നു, ഈ പറയുന്ന ഫ്ലാഷ് ലൈറ്റ് ഇവിടെ തട്ടി നേരെ പോയി. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഉണ്ടായ ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടെ. അപ്പോൾ എന്ത് പറ്റി? ലൈറ്റ് വന്ന് തട്ടിയിട്ട് അതേ മീഡിയത്തിലേക്ക് തിരിച്ച് പോയി. ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ വിച്ച് ആർ ദ മീഡിയം ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഇൻസൈഡ് ദ പ്രിസം? ഫ്രം വാട്ടർ ടു എയർ അല്ലേ? അല്ലെങ്കിൽ വാട്ടർ ടു എയർ അല്ല, വാട്ടർ ടു ഗ്ലാസ്. ഇവിടെ മോള് ഗ്ലാസ് കഷ്ണമല്ലേ വെച്ചേക്കുന്നത്? വാട്ടർ ടു ഗ്ലാസ്. ഡസ് ദ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം ഓർ ഫ്രം എ ഒപ്റ്റിക്കലി റെയർ മീഡിയം ടു എ ഡെൻസ് മീഡിയം? പറഞ്ഞേ. വെള്ളത്തിൽ നിന്ന് ഗ്ലാസ്സിലോട്ട്. അപ്പോൾ എന്താണ്? വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഒരു ഒപ്റ്റിക്കലി ഡെൻസ് മീഡിയം ആയിരിക്കാം അല്ലേ? ഇതായിരിക്കാം ഒരു ഒപ്റ്റിക്കലി ഡെൻസ് മീഡിയം ആയിരിക്കാം. ഓക്കെ, എന്തായിരിക്കാം? ഇത് ഒരു ഡെൻസ് മീഡിയം ആയിരിക്കാം അല്ലേ? ഇപ്പോൾ എന്തായിരിക്കും? ഇതൊരു ഡെൻസ് മീഡിയം ആയിരിക്കും. ഇവിടുത്തെ എക്സാമ്പിളിൽ നമുക്കൊന്നുകൂടി വായിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? വെള്ളത്തിൽ നിന്ന് ഗ്ലാസ്സിലോട്ടല്ല. അതാണ് എനിക്കിവിടെ തെറ്റിയത്. അതാണ് ഞാൻ നോക്കണം എന്താ സംഭവം. വെള്ളത്തിൽ നിന്ന് ഗ്ലാസ്സിലോട്ടല്ല, വെള്ളത്തിൽ നിന്ന് എയറിലോട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഇത് വെള്ളം ഒരു ബീക്കർ എടുത്ത് വെച്ചിരിക്കുന്നു, പുറത്ത് എയർ തന്നെയാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് എയറിലോട്ട്. അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോയത്? ഡെൻസ് മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ട്. ഡെൻസ് മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ട്. അപ്പോൾ ലൈറ്റ് പോകുന്ന ഇവിടെ നിന്നാണ് ഡെൻസ് മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ട്. എന്ത് പറ്റും? ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാജുവലി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാജുവലി കൂട്ടിയപ്പോൾ എന്ത് പറ്റി? ലൈറ്റ് അതേ പാത്തിൽ തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കണ്ടു. സോ ദ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗോസ് ഓൺ ഇൻക്രീസിങ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? സോ ദ ഇൻസിഡൻസ് റേ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ വാട്ടർ കംപ്ലീറ്റ്ലി വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എബോവ് എ സ്പെസിഫിക് വാല്യൂ. ഇപ്പോൾ പറഞ്ഞ കാര്യം, സ്പെസിഫിക് ആയിട്ടുള്ളൊരു വാല്യൂവിന് മുകളിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്തിയപ്പോൾ ലൈറ്റ് അതേ മീഡിയത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് നമുക്ക് എക്സാമ്പിൾ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു സെമി സർക്കുലർ ഷേപ്പിലുള്ള ഗ്ലാസ് സ്ലാബ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. നോക്കിയേ, ഈ ഗ്ലാസ് 42 ഡിഗ്രി എന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ കൊണ്ട് തട്ടിയപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയി. അങ്ങനെയാണെങ്കിൽ ഈ 42 ഡിഗ്രി നമ്മൾ എന്ത് വിളിക്കും?
ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും. അത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ 42, അപ്പോൾ അതിനേക്കാൾ കൂടിയത് 43. തിരിച്ചുവിട്ടപ്പോൾ ലൈറ്റ് എന്ത് ചെയ്തു? അതേ മീഡിയത്തിലോട്ട് തിരികെ വന്നു. ഇതിനെ വിളിക്കുന്ന പേര് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. കിട്ടുന്നുണ്ടല്ലോ. സോ ഫ്രം വിച്ച് മീഡിയം ടു വിച്ച് മീഡിയം ഡസ് ദ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ്? ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് 90 ഡിഗ്രി, 42 ഡിഗ്രി? ഈ 42 ഡിഗ്രിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. അത് നിങ്ങൾ പറഞ്ഞ് പഠിച്ചു പോയിക്കൊള്ളാം. So what peculiarity do you notice when the light is incident at an angle greater than the critical angle, greater than the angle of incidence? അതായത് ഈ പറയുന്ന ക്രിട്ടിക്കൽ ആംഗിളിനെ, അതായത് ഈ പറയുന്ന 42-42 കൂടിയ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ലൈറ്റിനെ കൊണ്ട് ഇടിച്ചപ്പോൾ നിങ്ങൾ എന്ത് പെക്യുലാരിറ്റിയാണ് കണ്ടത്? ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം സർഫസ്, അല്ലേ? ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം. അത് സെയിം മീഡിയത്തിലോട്ട് എന്ത് ചെയ്തു? തിരികെ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചാലോ. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. ലൈറ്റ് ഒരു ഡെൻസ് മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കം 90 ഡിഗ്രി. സോ ഏതൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിലായിരുന്നു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയത്, ആ ആംഗിളിനെ വിളിക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ. ഗ്ലാസും എയറുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എത്ര ഡിഗ്രി ആണ്? 42 ഡിഗ്രിയാണ്. ഇനി എന്താണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം, എങ്ങനെ? അറ്റ് എൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്ന് തട്ടുമ്പോൾ റേ എന്ത് ചെയ്യും? റിഫ്ലക്റ്റഡ് ബാക്ക് ചെയ്യും. ഇങ്ങോട്ട് സെയിം മീഡിയത്തിലോട്ട് റിഫ്രാക്ഷൻ നടക്കാതെ. ഇതിനെ വിളിക്കുന്ന പേര് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. കിട്ടുന്നുണ്ടല്ലോ. ഈ ചോദ്യം നോക്കിയാലോ. വിച്ച് ഓഫ് ദ എബോവ് ഫിഗേഴ്സ് റെപ്രസെന്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഈ ഒരു ഫിഗർ പറയാൻ പറ്റും, ഈ ഒരു ഫിഗറും പറയാൻ പറ്റും. പറ്റത്തില്ലേ? വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഇൻ ദ കേസ്? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? സോ ഏത് ആംഗിളിൽ എത്തിയപ്പോഴാണ് എന്ത് പറ്റിയത്? നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയത് ഗ്ലാസിൻ്റെ കേസിൽ. അപ്പോൾ ഗ്ലാസിൽ നിന്ന് എയറിലോട്ട് പോകുന്നു. ഈ ആംഗിൾ എത്തിയപ്പോഴാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായത്? 90 ഡിഗ്രി ആയത്. അപ്പോൾ ഈ ആംഗിളല്ലേ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 42 ഡിഗ്രി. അടുത്ത്, വിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓക്കേഴ്സ് ഫോർ എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഫ്രം വാട്ടർ ടു എയർ? വാട്ടറിൽ നിന്നും എയറിലോട്ട് പോകുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന 50 ഡിഗ്രി ആണെങ്കിൽ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമെന്നാണ്. അപ്പോൾ നമുക്കറിയാം വാട്ടറിൽ നിന്ന് എയറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് വാട്ടർ, ഇത് എയർ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ, അത് എത്രയാണ്? 48. അപ്പോൾ 50 എന്ന് പറയുന്നത് 48-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ 50 ഡിഗ്രിയിൽ എന്ത് പറ്റും? നടക്കും. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ വാട്ടർ എയർ പെയർ? എത്രയാണ് ക്രിട്ടിക്കൽ ആംഗിൾ? 48.6. എത്രയാണ്? 48.6 ഡിഗ്രിയാണ്, അല്ലേ? കണ്ടോ? കാരണം വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോയ ഏതോ ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? 90 മാറി. എങ്കിൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ ക്രിട്ടിക്കൽ ആംഗിൾ 48. അപ്പോൾ 48-നേക്കാൾ കൂടിയൊരു ആംഗിളിൽ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? ഇതുപോലെ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അടുത്ത്, വാട്ട് ആർ ദ 2 കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, പഠിക്കണം. എന്തൊക്കെയാണ് 2 കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ, ലൈറ്റ് പോകേണ്ടത് ഒരു ഡെൻസ് മീഡിയത്തിൽ നിന്നും എങ്ങോട്ടായിരിക്കണം? റെയർ മീഡിയത്തിലോട്ട് ആയിരിക്കണം, എങ്കിലേ നടക്കൂ. 2, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. എന്തിനേക്കാളും? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. ഈ സിമ്പിൾ ഗ്രേറ്റർ ദാൻ ആണ്, കൂടുതലായിരിക്കണം. എങ്കിൽ നമുക്ക് എന്ത് നടക്കുമെന്ന് പറയാം? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമെന്ന് പറയാം. നമ്മൾ കണ്ടോ, ഫിഷ് ടാങ്കിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഫിഷ് ടാങ്കിന് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ളതും എന്ത് തന്നെയാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഫിഷ് ടാങ്കിന്റെ ബോട്ടം ഈ പറയുന്ന ടോപ്പിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇങ്ങനെ പോകുന്ന ലൈറ്റ് റേ അവിടെ തട്ടി തിരിച്ച് നമ്മുടെ കണ്ണിലോട്ട് വരുന്നു. സോ നമുക്കിവിടെ ഈ താഴം കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ ബോട്ടം ഓഫ് ദ അക്വാറിയം ഈ സീൻ എബോവ് ദ സർഫസ്. അക്വാറിയത്തിന്റെ ബോട്ടം
സർഫസിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നോക്കിയാൽ. എന്തുകൊണ്ട്? ബോട്ടത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ സർഫസിലേക്ക് തട്ടുന്നു, തട്ടിയിട്ട് നമ്മുടെ കണ്ണിലോട്ട് വരുന്നു. സോ നമ്മൾ ബോട്ടം സർഫസിൽ കാണും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അക്വാറിയത്തിന്റെ ബോട്ടത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് വിധേയമാകുന്നു സർഫസിൽ. അങ്ങനെ ബോട്ടം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പറയുന്ന ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഒപ്റ്റിക് ഫൈബർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ചോദിക്കും. നമ്മൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലെ ഇന്റർനെറ്റ് ഒക്കെ വരുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ഒപ്റ്റിക് ഫൈബർ കേബിളിലൂടെ ആയിരിക്കും. ഏഷ്യാനെറ്റ് ഒപ്റ്റിക് ഫൈബർ, അല്ലെങ്കിൽ നമ്മുടെ പല പല കമ്പനികളുടെ ഒപ്റ്റിക് ഫൈബർ ഉണ്ടല്ലോ. അപ്പോൾ ഒപ്റ്റിക് ഫൈബർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒപ്റ്റിക് ഫൈബർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ കണ്ടീഷൻ പറ, ലൈറ്റ് പോകേണ്ട ഡെൻസിൽ നിന്നും റെയറിലോട്ട്. രണ്ടാമത്തത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ. ഈ ഒപ്റ്റിക് ഫൈബർ ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. നോക്കിയേ, ലൈറ്റ് കടത്തിവിടുന്ന ഈ സർഫസ് ഇതപ്പോൾ എന്തായിരിക്കണം? ഇതൊരു ഡെൻസ് സർഫസ് ആയിരിക്കും. ഈ നീല നിറത്തിൽ കാണുന്നത് എന്തായിരിക്കും? അപ്പോൾ ഒരു റെയർ ആയിരിക്കും. ലൈറ്റ് പോകുന്ന ഡെൻസിൽ നിന്ന് റെയറിലോട്ട്. അടുത്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? തട്ടിത്തിരിച്ചു പോകും. ഇവിടെ വെച്ച് അത് വീണ്ടും തട്ടുന്ന രീതിയിലാണ് ഈ പറയുന്ന ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് അടുത്ത് ഇവിടെ പോകും, അടുത്ത് ഇവിടെ പോകും, അടുത്ത് എന്ത് ഇവിടെ പോകും. സോ പ്രകാശ വേഗതയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റും. ഇതാണ് സംഭവം. ഒന്ന് വായിച്ചു നോക്കിയാലോ. വൺ എൻഡ് ഓഫ് ഈച്ച് ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ ദ ഡെക്കറേറ്റീവ് ലാമ്പ് ഈസ് കണക്റ്റഡ് ടു എ സ്യൂട്ടബിൾ സോഴ്സ് ഓഫ് ലൈറ്റ്. എന്ന് വെച്ചാൽ നേരത്തെ കണ്ട സാധനമാണ് ഡെക്കറേറ്റീവ് ലാമ്പ്. ഈ സാധനം കണ്ടോ, ഇത് ഫിഗർ 1.14. അപ്പോൾ ഈ ഡെക്കറേറ്റീവ് ലാമ്പിൻ്റെ ഒരു എൻഡ് ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, മറ്റേ എൻഡ് നമുക്ക് ലൈറ്റ് കാണാനായിട്ട് പറ്റും. ലൈറ്റ് റേ ഫ്രം ദിസ് സോഴ്സ് ട്രാവൽ ത്രൂ ദ ഫൈബർ. അതായത് ഇപ്പോൾ നമ്മളെ ഇവിടെയാണ് LED ഇരുന്നതെന്ന് വിചാരിക്കുക, ഇവിടെയാണ് LED ഇരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഈ പറയുന്ന ഇതിനകത്തൂടെ ട്രാവൽ ചെയ്യും എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ മീനിങ്. ഓക്കെ. വൈൽ ട്രാവലിംഗ് ത്രൂ ദ ഫൈബർ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ വിത്ത് ദ വാൾ ഓഫ് ദ ഫൈബർ. അപ്പോൾ ഫൈബറിൻ്റെ വാൾ എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ വാളുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും? ലൈറ്റിന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ലൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഒപ്റ്റിക് ഫൈബറിൻ്റെ ടെക്നോളജി എന്ന് പറയും. ഓക്കെ. ഇനി ഒപ്റ്റിക് ഫൈബറിൻ്റെയും അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെയും മറ്റൊരു എക്സാമ്പിളാണ് മിറേജ് എന്ന് പറയും. എന്താണ് മിറേജ്? എന്താണ് മിറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേനൽക്കാലത്തൊക്കെ റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് റോഡിൽ വെള്ളം കിടക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മളെ റോഡിൻ്റെ ഭാഗം ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്ന പോലെ, നനങ്ങുന്ന പോലെ, അല്ലേ? അല്ലാതെ കടൽ പോലെ കാണുമെന്നൊന്നും അല്ല. പക്ഷേ നമ്മൾ സാധാരണ വെള്ളത്തിൽ കാണുന്ന പോലെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സർഫസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ഇതിനാണ് മിറേജ് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് എത്രയേ ഉള്ളൂ. നമ്മുടെ അന്തരീക്ഷം ഉണ്ടല്ലോ, സമ്മർ സമയത്ത് ചൂടാവും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടല്ലോ, ഇത് നല്ല രീതിയിൽ ചൂടാവും. ഇതെന്ത് ചെയ്യും? നല്ല രീതിയിൽ ചൂടാവും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വസ്തു ചൂടാകുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. അതൊരു റെയർ മീഡിയമായിട്ട് മാറും. എന്നാൽ അറ്റ്മോസ്ഫിയറിൻ്റെ മുകളിലുള്ള എയർ എന്ന് പറഞ്ഞാൽ തണുത്ത എയറാണ്. അതെന്തിന് ഉദാഹരണമാണ്? ഒരു ഡെൻസ് മീഡിയത്തിന് ഉദാഹരണമാണ്. നമ്മുടെ കോമൺ ലോജിക്കിന് നിരക്കാത്തതാണല്ലേ. അപ്പോൾ ചൂട് കൂടുമ്പോൾ എന്ത് പറ്റും? എയർ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും, റെയർ മീഡിയമായിട്ട് മാറും. അപ്പോൾ നോക്കടാ, സൂര്യപ്രകാശം മരത്തിൽ വന്ന് തട്ടും. മരത്തിൽ നിന്നുള്ള പ്രകാശം ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? ലൈറ്റ് വരുന്നത് എന്തിൽ നിന്നാണ്? ഡെൻസായ എയറിൽ നിന്ന് റെയറിലോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചില സാഹചര്യങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാകും. അപ്പോൾ എന്ത് പറ്റും? ലൈറ്റ് റേ എന്ത് പറ്റും? റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലോട്ട് വരും. അപ്പോൾ വണ്ടിയുടെ ഡ്രൈവറിന് എന്ത് തോന്നും? ഈ മരത്തിൻ്റെ റിഫ്ലക്ഷൻ ഈ തറയിലായിട്ട് കാണും. സത്യത്തിൽ നമ്മുടെ ബ്രെയിനിന് അറിയാം, അങ്ങനെ റിഫ്ലക്ഷൻ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കിടക്കണം? വെള്ളം കിടക്കണം. അപ്പോൾ നമുക്കിവിടെ വെള്ളം കിടക്കുന്നത് പോലെ തോന്നും. ഒന്നും കൂടെ എന്താ സംഭവം? ചൂട് സമയമാവുന്ന സമയത്ത് നമ്മുടെ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഞാനിപ്പോൾ വരയ്ക്കുന്ന ഈ ഒരു ലെയർ ഓഫ് എയർ എന്ന് പറയുന്നത് റെയർ മീഡിയമായിട്ട് മാറും. മുകളിൽ നീല നിറത്തിൽ കാണുന്ന എയർ എന്ന് പറയുന്നത് ഡെൻസ് ആണ്. അപ്പോൾ ലൈറ്റ് വരുന്നത് ഡെൻസിൽ നിന്ന് റെയറിലോട്ടാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാകുന്ന സ്ഥലങ്ങളിൽ. കാരണം വേനൽക്കാലത്ത് എല്ലായിടത്തും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റില്ലല്ലോ, ചില പ്രത്യേക റോഡുകളിലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്
ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കും. റിഫ്ലക്റ്റ് ചെയ്യും. സോ നമ്മുടെ ബ്രെയിൻ പറയും ഈ കാണുന്ന മരമായിക്കോട്ടെ ചെടിയായിക്കോട്ടെ അത് ഇവിടെ കിടക്കുക, വെള്ളത്തിലെ പ്രതിഫലനം കാണുന്ന പോലെ ഇരിക്കും. ഇതാണ് സംഭവം. ഇതാണ് മിറേജ്. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ 2 ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചു, 3 എണ്ണം പഠിച്ചു അല്ലെ. ഒന്ന് ഫിഷ് ടാങ്കിൻ്റെ ബോട്ടം കാണുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ, 3 റോഡിൽ കാണുന്ന വെള്ളം. ഡ്യൂറിങ് സമ്മർ സീസൺ there seems to be water logging on the road when viewed from a distance. ദൂരത്ത് നോക്കുമ്പോൾ വെള്ളം കിടക്കുന്ന പോലെ തോന്നുന്നു. കിട്ടുന്നുണ്ടല്ലോ, അവൻ്റെ റീസൺ ആണ് ഇവിടെ പറയുന്നത്. ദ ലെയർ ഓഫ് എയർ ക്ലോസർ ടു ദ റോഡ് ഹാവ് എ ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് എയറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്. ഇതിൻ്റെ അർത്ഥം അത് റയർ മീഡിയം. ആ സിറ്റി ഈസ് വാമർ ദാൻ ദ അപ്പർ എയർ. അപ്പോൾ വാം ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ എയർ ഇൻക്രീസസ് ഗ്രാജുവലി ആസ് വി ഗോ ഹയർ. അപ്പോൾ താഴേന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഡെൻസിറ്റി കൂടും, താഴേന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഡെൻസിറ്റി കൂടും. അപ്പോൾ എന്ത് പറ്റും? വെൻ ലൈറ്റ് റേ കമ്മിങ് ഫ്രം ദ സറൗണ്ടിങ് ഒബ്ജക്റ്റ്, സറൗണ്ടിങ് ആയ ഒബ്ജക്റ്റ് മരം അല്ലെങ്കിൽ ഈ പോയിന്റ്, അവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ എന്ത് ചെയ്യും? ഈ പറയുന്ന ഡിഫറൻറ്റ് ലെയറിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ലെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമാണ്. സോ ദേ അണ്ടർഗോ റിഫ്രാക്ഷൻ. അവർ അണ്ടർഗോ ചെയ്യും റിഫ്രാക്ഷനിലൂടെ. അവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ചിത്രത്തിൽ കാണും. ഈ പറയുന്ന ഡീവിയേറ്റഡ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഈ പറയുന്ന റോഡിൽ വെള്ളം കിടക്കുന്ന പോലെ തോന്നും. ഈ ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിറേജ് എന്ന് വിളിക്കുന്നത്. അതാ എന്താന്ന് വിളിക്കുന്നത്? മിറേജ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത് ജീവിതത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് പഴയ മോഹൻലാൽ സിനിമയായ രാവണ പ്രഭു സിനിമയുടെ തുടക്കത്തിലെ മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ നോക്കിയാൽ മതി. ആ റോഡിലൂടെ ഒരു പജേറോ കാർ ഇങ്ങനെ വരുന്നതിന് മുന്നേ ആ റോഡ് കാണിക്കുമ്പോൾ ആ റോഡ് ഇങ്ങനെ വെള്ളം കൊണ്ട് മൂവ് ചെയ്യുന്നത് പോലെ തോന്നും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ. നമ്മൾ നിത്യജീവിതത്തിലും ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്നു. എവിടെയൊക്കെ? റിഫ്ലക്ടറുകളിൽ. നിങ്ങൾക്ക് സൈക്കിൾ ഉണ്ടെങ്കിലോ ബൈക്കോ കാറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിലായിട്ട് കാണുന്ന ഈ സാധനമാണ് റിഫ്ലക്ടർ. ഇതെന്താ ചെയ്യുന്നത്? മറ്റ് സർഫസുകൾ പോലെ അല്ല അല്ലേ. ഇവിടെ ചെറിയ ലൈറ്റ് വന്ന് വീണാലും അത് നല്ല തിളങ്ങി കാണും. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു റിഫ്ലക്ടറിനകത്ത് നമ്മൾ നോക്കിയാൽ ഇതുപോലെയുള്ള ഒരുപാട് ട്രയാങ്കുലർ പ്രിസങ്ങൾ കാണാൻ പറ്റും. അതിൽ നമ്മൾ നോക്കുന്ന വശം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രകാശം ഒന്ന് തട്ടുമ്പോൾ അത് ഈ പോയിന്റിൽ വന്ന് തട്ടും. ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പ്രിസം പ്രത്യേക രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ വരുന്ന ലൈറ്റ് റേയുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. പക്ഷെ നമുക്കറിയാം എയറും ഗ്ലാസും തമ്മിൽ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയേ ഉള്ളൂ. അതങ്ങനെയല്ലേ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ 42-നേക്കാൾ കൂടുതലല്ലേ 45. അപ്പോൾ എന്ത് പറ്റും? റിഫ്ലക്ഷൻ സംഭവിക്കും. ഇവിടെ തട്ടും, ഇവിടെ നിന്ന് റിഫ്ലക്ഷൻ സംഭവിക്കും. എന്ത് പറ്റും? ലൈറ്റ് റേ തിരിച്ച് വന്ന പാത്തിലോട്ട് പോകും. അപ്പോൾ നമ്മൾ രാത്രി കാലങ്ങൾക്ക് സൈക്കിളിലോട്ട് പോകുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണതാ ഈ വരുന്നത്. ആ ലൈറ്റ് വരുന്നു, റിഫ്ലക്ടർ തട്ടുന്നു, പൂർണ്ണാന്തര പ്രതിഫലനം അല്ലെങ്കിൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ വരുന്ന കാർ ഓടിക്കുന്ന അല്ലെങ്കിൽ പുറകിൽ നിന്ന് വന്ന ആർക്കും ആ ലൈറ്റ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് തിളങ്ങുന്നതായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു സൈക്കിളുണ്ട്, ഇരുട്ടത്തിരുന്നാലും കാണാനായിട്ട് പറ്റും. എന്താണ് സംഭവം? ദ ലൈറ്റ് റേ ഈസ് ഇൻസിഡൻറ്റ് നോർമലി ഓൺ ദി സൈഡ് പി ക്യു എന്ന് പറയുന്ന ഈ വശത്ത് ലൈറ്റ് റേ നോർമലി എന്ന് വെച്ചാൽ നേരെ വന്ന് വീഴുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കത്തില്ല? റിഫ്രാക്ഷൻ നടക്കത്തില്ല. കാരണം ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എയർ എന്ന് പറയുന്നത് 42. പക്ഷെ നോർമലി വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 45. 42-നേക്കാളും കൂടുതലാണ് 45. അപ്പോൾ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അങ്ങനെ ലൈറ്റ് വന്ന പാത്തിലോട്ട് തിരിച്ച് വരും. അപ്പോൾ അതാണ് റിഫ്ലക്ടർ. ഇതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ് പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? സാധാരണ അന്തർവാഹിനികൾ, അന്തർവാഹിനി സബ്മറൈൻസ് അല്ലെങ്കിൽ ഈ പട്ടാളക്കാർ ഒളിച്ചിരിക്കുന്ന ബങ്കറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഒളിച്ചിരുന്നു കൊണ്ട് എനിമിയെ കാണും, അതാണ് ഉദ്ദേശം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മണ്ണിൻ്റെ ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കടലിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്താണ് അന്തർവാഹിനി ഇരിക്കുന്നത്. അപ്പോൾ അന്തർവാഹിനിക്ക് അകത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യണം? പുറത്തിരിക്കുന്ന കാര്യങ്ങൾ കാണണം. നമ്മൾ ഇത് ഉപയോഗിക്കും. ഇവിടെ വേറൊന്നുമില്ല. ഇതുപോലത്തെ ഒരു പൈപ്പും ഇവിടെയും വെറും 2 ഗ്ലാസ് കഷ്ണം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് പെരിസ്കോപ്പ്. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ഇവിടെ ഒന്ന് തട്ടുമ്പോൾ എന്ത് പറ്റും? റിഫ്ലക്റ്റ് ചെയ്യും, തട്ടും, എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും, വരും. ഓക്കെ, തട്ടും, വരും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്
മിററുകൾ ഉപയോഗിക്കുന്ന പെരിസ്കോപ്പ് ഇതേയും നടക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ വരുന്നതാണ് ഒപ്റ്റിക് ഫൈബർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു ഇന്നർ കോറും ഉണ്ട്, ഒരു ഔട്ടർ ക്ലാഡിങ്ങും ഉണ്ട്. എന്ന് വെച്ചാൽ അകവശത്ത് ഒരു മെറ്റീരിയൽ ഉണ്ട്, ഈ കാണുന്ന ഭാഗം, അതുപോലെ അതിൻ്റെ പുറത്തായിട്ട് മറ്റൊരു മെറ്റീരിയലും ഉണ്ട്. ഈ മെറ്റീരിയലുകളുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? ഇതൊരു ഡെൻസ് മീഡിയം, പുറത്ത് റയർ മീഡിയം. നേരത്തെ പറഞ്ഞു തന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് സംഭവം നോക്കിയേ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓഫ് ദ ലൈറ്റ് ഈസ് മെയ്ഡ് യൂസ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകളെ, നമ്മുടെ വീട്ടിൽ വന്ന ഇന്റർനെറ്റ് ആയിക്കോട്ടെ, അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകളെ നമ്മൾ ഒപ്റ്റിക് സിഗ്നലുകളായിട്ട് മാറും, അല്ലെങ്കിൽ മാറ്റും. എന്നിട്ട് അതിനെ അയക്കും. അപ്പോൾ നമ്മൾ സാധാരണ കറണ്ട് അയക്കുന്നതിനേക്കാൾ, ഒരു വയറിലൂടെ കറണ്ട് പോകുന്നതിനേക്കാൾ വേഗത്തിൽ പ്രകാശം ഒപ്റ്റിക് ഫൈബറിലൂടെ പോകും. അപ്പോൾ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് മടങ്ങ് വേഗത്തിൽ എത്തിക്കാനായിട്ട് പറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് ഒപ്റ്റിക് ഫൈബർ എന്ന് പറയും. അപ്പോൾ ഡേറ്റ നഷ്ടപ്പെടാതെ, എനർജി വേസ്റ്റ് ഇല്ലാതെ നമുക്ക് ഡേറ്റയെ പെട്ടെന്ന് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതേ ഒപ്റ്റിക് ഫൈബർ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രോസസ്സിന് പേര് എൻഡോസ്കോപ്പി എന്നാണ്. കണ്ടോ, ഒരു കേബിൾ നമ്മുടെ മൂക്കിലൂടെ ഈ തൊണ്ടയിലേക്ക് കടത്തി വിടുമ്പോൾ ഈ പറയുന്ന വയറിൽ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഈ ക്യാമറ എന്തിയാകത്തുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഈ പോണ വയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതൊരു ഒപ്റ്റിക് ഫൈബർ. സോ മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പി ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ റിഫ്രാക്ഷൻ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന കാര്യം. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ലേറ്റസ്റ്റ് അസസ് ഭാഗവും അതിൻ്റെ ഉത്തരവൊക്കെ നമ്മൾ ക്ലാസ് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.